ചെയ്യുന്നത് കോമ്പോസിഷൻ ഓഫ് ടു ഫംഗ്ഷൻസിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. That is, how can we find out the inverse of a function? ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കും. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ, ഇതാണ് നമ്മുടെ ഇന്നത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യുന്നു. ഒരു ഫംഗ്ഷൻ ഞാൻ എയിൽ നിന്ന് ബിയിലോട്ട് ഡിഫൈൻ ചെയ്യുക. F is a function different from A to B. A യിൽ നിന്ന് ബിയിലോട്ട് ഡിഫൈൻ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ if we can find out another function, നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയണം. That should be from ഇതിന്റെ കോഡൊമൈനിൽ നിന്ന് ഇതിന്റെ ഡൊമൈനിലേക്ക്. ഓക്കെ, അപ്പം ബിയിൽ നിന്ന് എങ്ങോട്ട് എയിലോട്ട്. സോ ബിയിൽ നിന്ന് എയിലോട്ട് നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ കഴിയുകയാണ്. സച്ച് ദാറ്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കണ്ടീഷൻ ഇങ്ങനെ നമ്മുടെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്. എങ്ങനെ ഡിഫൈൻ ചെയ്യണം? അവിടുത്തെ എഫ് കോമ്പോസിഷൻ ജിയും നിങ്ങൾ ജി കോമ്പോസിഷൻ എഫും നിങ്ങൾ കണ്ടുപിടിക്കുക. അത് രണ്ടും ഐഡന്റിറ്റി ഫംഗ്ഷൻ ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എഫ് ഈസ് ഇൻവെർട്ടിബിൾ. എഫ് എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ ആണ്. അപ്പൊ ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. And another function g is different from ഇതിന്റെ കോഡൊമൈനിൽ നിന്ന് ഡൊമൈനിലോട്ട്, that is b to a, such that എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും എന്താണ്? ഐ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്? എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഐഡന്റിറ്റി വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ കാണുന്ന ഫംഗ്ഷൻസിനെ നമുക്ക് പറയാം ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം we can say that f is invertible. f എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻവെർട്ടിബിൾ ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ്, f ന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് that should be equal to g. f ന്റെ ഇൻവേഴ്സ് ആർക്കും ഈക്വൽ ആയിരിക്കും? ജിക്കും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതാണ് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷന് നമുക്ക് എന്ത് പറയാൻ നോക്കും? ഇൻവേഴ്സ് പറയാൻ നോക്കും. എപ്പോൾ? ഇഫ് വി കൻ ഫൈൻഡ് ഔട്ട് അനദർ ഫംഗ്ഷൻ ഫ്രം ഇറ്റ്സ് കോഡൊമൈൻ ടു ഡൊമൈൻ. എയിൽ നിന്ന് ബിയിലോട്ടാണെങ്കിൽ നമുക്ക് ജി എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ ബിയിൽ നിന്ന് എയിലോട്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയണം. സച്ച് ദാറ്റ് അവിടുത്തെ കണ്ടീഷൻ ഇതാണ്. നിങ്ങൾ എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോഴും ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോഴും അത് രണ്ടും ഐഡന്റിറ്റി ഫംഗ്ഷൻ ഈക്വൽ ആയിട്ട് മാറണം. വാട്ട് ഈസ് ഐഡന്റിറ്റി ഫംഗ്ഷൻ? എന്താണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ? f of x is equal to x for all x element of the domain. അല്ലെ നമുക്ക് ക്യാപിറ്റൽ ആർന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം റിയൽ നമ്പേഴ്സ്. എല്ലാ റിയൽ നമ്പേഴ്സ് f of x is equal to x for all x element of capital R ആണെങ്കിൽ നമുക്ക് പറയാം it is known as the identity function. അപ്പൊ അതേ കണക്ക് ഇവിടുത്തെ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫ് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആവണമെന്നെങ്കിൽ നമ്മുടെ കണ്ടീഷൻ ഇതാണ്. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നതും ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും എല്ലാം ആർക്ക് ഈക്വൽ ആയിട്ട് മാറണം? എക്സിന് ഈക്വൽ ആയിട്ട് മാറണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ we can say that the function is invertible and the inverse of function is given by f inverse is equal to g. f ന്റെ inverse എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിട്ട് മാറും? g ക്ക് ഈക്വൽ ആയിട്ട് മാറും. So also നമുക്കിവിടെ ജി എന്ന് പറയുന്ന ബിയിൽ നിന്ന് എയിലോട്ടല്ലേ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എഫ് എന്ന് പറയുന്നത് അതിന്റെ കോഡൊമൈനിൽ നിന്ന് ഡൊമൈനിലോട്ടല്ലേ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എഫ് ഇസ് ഡിഫൈൻഡ് ഫ്രം എ ടു ബി ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ we can say that g is also invertible because ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നതും അതിന്റെ തിരിച്ചുള്ള എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നതും ഐക്ക് ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ജി is also invertible and g inverse is equal to അപ്പൊ ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ആരെയും ഒരിക്കൽ എന്ത് കണ്ടുപിടിക്കണം? ജി എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അത് എവിടെ നിന്ന് എങ്ങോട്ടാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ തന്നിരിക്കുന്ന ഗിവൺ ഫംഗ്ഷന്റെ കോഡൊമൈനിൽ നിന്ന് ഡൊമൈനിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അവിടുത്തെ കണ്ടീഷൻ പറയുന്നതാണ് നിങ്ങൾ കോമ്പോസിഷൻ എടുക്കുമ്പോൾ എന്ത് കിട്ടണം? ആ കോമ്പോസിഷൻ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിട്ട് മാറണം. അല്ലെങ്കിൽ ആ കോമ്പോസിഷൻ നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിട്ട് മാറണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം f is the inverse of g and vice versa. Vice versa means g is the inverse of f. Okay. ഇനി ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണ്. നമുക്കിപ്പോ എഫ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഇവിടെ മേത്തലുള്ള കണ്ടീഷൻ, അതായത് നമ്മൾ കോമ്പോസിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിപ്പോ ഇൻവേഴ്സ് പറഞ്ഞത്.
ഇനി നമുക്ക് അടുത്തൊരു മേജർ കണ്ടീഷൻ പറയാൻ കഴിയുന്ന ഇതാണ്. എഫ് എന്ന് പറയുന്നത് ഇൻവെർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവെർട്ടബിൾ ആണ്, നമുക്ക് ഇതേ കണക്ക് ജി എന്ന് പറയുന്ന ഒരാളിലേക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കും. അങ്ങനെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവെർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ നോക്കും ആ എഫ് എന്ന് പറയുന്നത് ഈസ് ബോത്ത് 1 1 ആൻഡ് 1 2. അതായത് 1 1 ആൻഡ് 1 2. ദാറ്റ് മീൻസ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരേ സമയം 1 1 ഉം 1 2 ആവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് എ ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ്, അതായത് 1 1 injective 1 2 surjective. If a function is at a time 1 1 and 1 2, that is both surjective and injective, then the function is said to be bijective. See, if a function is bijective, ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ we can say that it is invertible. നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പൊ ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടബിൾ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ ഒരേ സമയം എന്തൊക്കെയായിരിക്കണം? 1 1 ആയിരിക്കണം, 1 2 ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം കോമ്പോസിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തു. പിന്നെ രണ്ടാമത് നമ്മൾ അതിനകത്തൊരു ക്ലോസ് അല്ലെ നമുക്ക് എന്താണ് ഒരു അഡീഷണൽ ഫാക്ടർ നമ്മൾ പറഞ്ഞു. എന്താണ് അഡീഷണൽ ഫാക്ടർ എന്ന് പറയുന്നത്? ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരേ സമയം 1 1 1 2 ആവുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻവേഴ്സ് എക്സിസ്റ്റ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് പോയിന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഇൻവേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് പോവുകയാണ്. നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് 4x + 3 ഡിവൈഡ് ബൈ 6x - 4. അപ്പൊ നമുക്ക് ഒരു പോളിനോമിയൽ ഡിവൈഡ് ബൈ മറ്റൊരു പോളിനോമിയൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് എന്താണ്? റാഷണൽ ഫംഗ്ഷൻ. ഒരു പോളിനോമിയൽ ഡിവൈഡ് ബൈ മറ്റൊരു പോളിനോമിയൽ ഫോമിൽ നമുക്കൊരു എക്സ്പ്രഷൻ തരികയാണെന്നുണ്ടെങ്കിൽ, ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ആ ആൾജിബ്രായിക് എക്സ്പ്രഷൻ വന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് എ റാഷണൽ ഫംഗ്ഷൻ. ഈ റാഷണൽ ഫംഗ്ഷന് പ്രത്യേകതയുണ്ട്, അതിന്റെ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവാൻ പാടില്ല. അതുകൊണ്ടാണ് അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എക്സ് നോട്ട് ഈക്വൽ ടു 2/3. കാരണം എക്സ് ഇവിടെ 2/3 വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന 6x എന്ന് പറയുന്നത് 4 ഈക്വലായിട്ട് മാറും. അപ്പൊ 4 - 4 0 ആവും. അപ്പൊ ഡിനോമിനേറ്റർ 0 ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റാഷണൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 4x + 3 ഡിവൈഡ് ബൈ 6x - 4 ആണ്. വേറെ എക്സ് നോട്ട് ഈക്വൽ ടു 2/3 എന്ന് പറയുന്നത് വളരെ ക്ലിയർ കട്ട് ആയിട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു 2/3, അതായത് എല്ലാ റിയൽ നമ്പേഴ്സിനും ഇത് ഡിപെൻഡ് ആണ്. കാരണം റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡൊമൈൻ എപ്പോഴും റിയൽ നമ്പേഴ്സ് ആയിരിക്കും, എക്സെപ്റ്റ് ദ ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു എക്സെപ്റ്റ് ദ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. ഡിനോമിനേറ്റർ 0 ആവുന്ന വാല്യൂ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ റിയൽ നമ്പേഴ്സിനും റാഷണൽ ഫംഗ്ഷൻ ഡിപെൻഡ് ആണ്. അതുകൊണ്ടാണ് എക്സ് നോട്ട് ഈക്വൽ ടു 2/3 എന്ന് മാത്രമുള്ള പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് നമുക്ക് ഷോ ചെയ്യേണ്ടത് എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിന് ഈക്വൽ ആണെന്ന് ഷോ ചെയ്യണം ഫോർ ഓൾ എക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഒരു കാര്യം, നമുക്ക് എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എക്സ് ഷോ ചെയ്യാൻ പറഞ്ഞിരിക്കില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, what is f of x? എന്താണ് f of x? 4x + 3 ഡിവൈഡ് ബൈ 6x - 4 ആണ്. അപ്പൊ f of y ആണെങ്കിൽ 4y + 3 ഡിവൈഡ് ബൈ 6y - 4 ആണ്. f of z ആണെങ്കിൽ 4z + 3 ഡിവൈഡ് ബൈ 6z - 4 ആണ്. അതായത് x ന്റെ പ്ലേസിൽ നമ്മൾ എന്താണോ അവിടെ പറഞ്ഞിരിക്കുന്നത് അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന f of x ആണ്. ബൈ ദ ഡെഫിനിഷൻ ഓഫ് composition of two functions, f composition f of x എന്ന് പറയുന്നത് which is equal to f of x, isn't it? So അങ്ങനെയാണെങ്കിൽ what about f of x? We can write 4 into f of x plus 3 divided by 6 into f of x minus 4. Now we substitute again the value of f of x here. So we will get it is 4 into f of x. F of x എന്ന് പറയുന്നത് 6x plus 3 divided by 4x plus 3 divided by 6x minus 4 plus 3 divided by ഇവിടെ 6 into 4x plus 3 divided by 6x minus 4 plus minus 4, isn't it? നമുക്ക് ഇതിനെ കൊണ്ട് ക്രോസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ്
4 into 4x plus 3 plus 3 into 6x minus 4 divided by താഴെ 6x minus 4 whole by. അപ്പൊ നമുക്ക് ഇതിന്റെ ന്യൂമറേറ്റർ മാത്രമാണ് ഞാൻ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. ഇതേപോലെ നമ്മൾ ആരെയും ക്രോസ് ചെയ്യണം? ഡിനോമിനേറ്ററിനെ ക്രോസ് ചെയ്യണം. ഡിനോമിനേറ്ററിനെ ക്രോസ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? 6 into 4x plus 3 minus 4 into 6x minus 4 divided by 6x minus 4. Okay, so we can cut these two same denominators. 6x minus 4 and 6x minus 4 got cancelled. Now നമുക്കിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എത്ര ഇവിടെ വരാം? is equal to 16x plus 4 into 3 12, okay, plus 3 into 6x 18x minus 12 divided by 5. Now here open the denominator. So denominator നമ്മൾ ഓപ്പൺ ചെയ്യാൻ നേരത്ത് 6 into 4x it is 24x plus 6 into 3 18 minus 4 into 6x it is minus 24x plus 6. It is minus 4 to minus 4. It is plus 16. So we can cancel this plus 12 and minus 12. Plus 12 and minus 12 got cancelled. And here plus 24x and minus 24x got cancelled. So what is the numerator? 16x plus 18x. 16x plus 18x is 34x divided by. What about here? 18 plus 16. 18 plus 16, that is also 34. So 34 and 34 got cancelled. So we get x. For all x not equal to. See, f composition f of x we get x. For all x not equal to 2 by 3. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഐഡന്റിറ്റി ഫംഗ്ഷന്റെ കേസ് ഞാൻ പറഞ്ഞായിരുന്നു. നമ്മള് കഴിഞ്ഞ വർഷം ഫസ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റി ഫംഗ്ഷൻ ഞാനത് നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്ത സംഗതിയാണ്. ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു എലമെന്റിന്റെയും ഇമേജ് എടുക്കുമ്പോൾ ആ എലമെന്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ നോക്കേണ്ടത് എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? എക്സ് തന്നെയാണ്. എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് 2 പറയുകയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ 2 തന്നെയായിരിക്കും. എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് 1/2 പറയുകയാണെങ്കിൽ ആൻസർ ഇവിടെ 1/2 തന്നെയായിരിക്കും. 2/3 മാത്രമേ ഇവിടെ വാല്യൂ ഉണ്ടാവത്തില്ല. കാരണം എക്സ് എന്ന് പറയുന്ന വാല്യൂ 2/3 എടുക്കേണ്ടതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതൊരു റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് സെയിം റിയൽ നമ്പർ ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് അതുകൊണ്ട് നമുക്ക് പറയാൻ നോക്കും ഈ കാണുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിട്ട് മാറിക്കഴിഞ്ഞു. ഓക്കെ, ഇവിടെ നമ്മൾ എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഷോ ദാറ്റ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരുന്നത്. Now we have one more concept. എന്താണത്? ഇൻവേഴ്സ് ഓഫ് എഫ്. ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമ്മളവിടെ പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾ മറ്റൊരു ഫംഗ്ഷനുമായിട്ട് കോമ്പോസിഷൻ എടുക്കുക. അങ്ങനെ കോമ്പോസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ എഫും എഫും ഒരേ ആൾക്കാർ നമ്മൾ കോമ്പോസിഷൻ എടുത്താൽ അപ്പോൾ നമുക്ക് കിട്ടിയത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. അങ്ങനെ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിട്ട് മാറുകയാണെങ്കിൽ വി ക്യാൻ ക്ലിയർലി സേ ദാറ്റ് എഫ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എഫിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആര് തന്നെയായിരിക്കും? എഫ് തന്നെയായിരിക്കും. അതായത് ഈ കാണുന്ന ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ആര് തന്നെയാണ്? ഈ കാണുന്ന ഫംഗ്ഷൻ തന്നെയാണ്. 4x plus 3 divided by 6x minus 1. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷന്റെ ഫസ്റ്റ് പ്രോബ്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാനിവിടെ രണ്ട് ഫംഗ്ഷൻസ് ആണ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ഫംഗ്ഷൻസും നമുക്ക് ആദ്യത്തെ ഫംഗ്ഷൻ എഫ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റ് 1 2 3 4 നിന്ന് സെറ്റ് 10 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ബൈ നമുക്ക് അതിന്റെ ഫംഗ്ഷൻ നമുക്കിവിടെ പറയാം. അതൊക്കെ ജി എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ 2 3 4 5 നിന്ന് 7 9 11 13 എന്ന് പറയുന്ന സെറ്റിനകത്തോടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതും നമുക്കിവിടെ എന്താണ് എന്നുള്ളത് പറയാം. അവിടുത്തെ പേഴ്സ് നമുക്ക് പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ തന്നിരിക്കുന്ന രണ്ട് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഇൻവെർട്ടബിൾ ഫംഗ്ഷൻസ് ആണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻസ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമോ ഇല്ലേ? ജസ്റ്റിഫൈ യുവർ ആൻസർ. നമ്മുടെ ആൻസർ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം. അതായത് വി ഹാവ് ടു റൈറ്റ് ദ പ്രോപ്പർ റീസൺ വെദർ ദ ഫംഗ്ഷൻ ഹാസ് ഇൻവേഴ്സ് ഓർ നോട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. നമുക്കിവിടെ സെറ്റ് 1 2 3 4 സെറ്റ് 10 ആണ് നമുക്ക് ആദ്യത്തെ ഫംഗ്ഷനകത്തുള്ള ഡൊമൈനും കോഡൊമൈനും എന്ന് പറയാം.
അപ്പൊ ഞാൻ ഈ ഇൻവേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരു കാര്യം നമ്മളൊരു വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ? ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ബോത്ത് 1 1 ആൻഡ് 1 2. ഒരേ സമയം 1 1 1 2 ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്തിരിക്കും. ഇറ്റ് ഈസ് എ ഡിഫോൾട്ട് കണ്ടീഷൻ. ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഫംഗ്ഷൻ എന്ത് എക്സിസ്റ്റ് ചെയ്യണം? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. സോ അപ്പൊ നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ഫംഗ്ഷൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. Then we have to check whether this function is both 1 1 or both 1 1 and 1 2. 1 1 1 2 ആണ് നമ്മൾ ചെക്ക് ചെയ്യണം. ഏതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്യണം, ഒന്നുകിൽ 1 1 അല്ലെങ്കിൽ 1 2 കണ്ടീഷൻ വയലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ at the same time we can say that the function is not invertible. The function invertible അല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആദ്യത്തെ കേസ്, ആദ്യത്തെ ഫംഗ്ഷൻ ഞാൻ എടുക്കുകയാണ്, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുകയാണ്. ഈ ഫംഗ്ഷൻ 1 1 ആണ്. So we have to remember what is the condition for 1 1. ഒരു 1 1 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ അല്ലെങ്കിൽ 1 1 ഫംഗ്ഷന്റെ കണ്ടീഷൻ എന്താണ്? 1 1 ഫംഗ്ഷന്റെ കണ്ടീഷൻ പറയുന്നതാണ്, നിങ്ങൾ ഡിഫറെന്റ് എലമെന്റ്സ് ഡൊമൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇമേജുകളും ഡിഫറെന്റ് ആയിരിക്കണം. ഓക്കെ, ഡിഫറെന്റ് എലമെന്റ്സ് ഹാവ് ഡിഫറെന്റ് ഇമേജസ്. സോ നമുക്ക് ഇവിടെ രണ്ട് ഡിഫറെന്റ് ഉള്ള ഫംഗ്ഷൻസ് ഞാൻ 1 ഉം 2 എടുക്കും. 1ന്റെ ഇമേജ് ആണ് 10, 2ന്റെ ഇമേജും 10. Is it 1 1? നമുക്ക് ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഇമേജസ് ആയിരിക്കണം എന്നാണ് 1 1ന്റെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞാൻ ഡിഫറെന്റ് എലമെന്റ്സ് എടുത്തു, both have the same image 10. So we can say that the function is not 1 1. If the function is not 1 1, then it is not invertible. Okay, അപ്പൊ അതനുസരിച്ച് നമുക്ക് പറയാൻ നോക്കും. നമ്മളവിടെ റീസൺ എഴുതണം, 1, 2 element of set 1 2 3 4. But f of 1 is equal to f of 2. That is, different elements have different images. Different images. Okay, have different images. Therefore f is not so different elements have the same image. ഇവിടെ നമ്മൾ കണ്ടീഷൻ കിട്ടിയിരിക്കുന്നത്, നമുക്ക് കിട്ടേണ്ടിരുന്ന കണ്ടീഷൻ ഡിഫറെന്റ് ഇമേജസ് ആയിരുന്നു, ബട്ട് ഹിയർ ഇറ്റ് ഈസ് images are same. So we can say that different elements have a same image. Therefore f is not 1 1. F എന്ന് പറയുന്നത് എന്തല്ല? 1 1 അല്ല. F is not 1 1 എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, therefore a function is not a function f is not invertible. അവിടെ വെച്ച് നമുക്ക് പറയാം ഫംഗ്ഷൻ എന്തല്ല? ഇൻവെർട്ടിബിൾ അല്ല നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, സെറ്റ് 2 3 4 5 ടു സെറ്റ് 7 9 11 13 ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ആ ഫംഗ്ഷന് നമുക്കിവിടെ പേരുകൾ പറയുന്നുണ്ട്. ജി എന്ന് പറയുന്നത് 2 7 3 9 4 11 5 13 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം 2 7 3 9 4 11 5 13 ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഫംഗ്ഷൻ 1 1 1 2 ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. 1 1 ആണോ ചെക്ക് ചെയ്യുന്ന മാർക്ക് എത്രയുണ്ട്? ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഇമേജസ് ആണോ? നോക്ക്, 2ന്റെ ഇമേജ് 7 ആണ്. ഈ 7 വേറെ ആരുടെയെങ്കിലും ഇമേജ് ആയിട്ട് ഇവിടെ വരുന്നുണ്ടോ? ഇല്ല. 3യുടെ ഇമേജ് 9 ആണ്. 9 വേറെ ആരുടെയെങ്കിലും ഇമേജ് ആയിട്ട് വരുന്നുണ്ടോ? ഇല്ല. 4ന്റെ ഇമേജ് 11 ആണ്. 11 എന്ന് പറയുന്ന ആരുടെയെങ്കിലും ഇമേജ് ആയിട്ട് വരുന്നുണ്ടോ? അതുമില്ല. 5ന്റെ ഇമേജ് എന്ന് പറയുന്നത് 13 ആണ്. അതും മറ്റാരുടെയും ഇമേജ് ആയിട്ട് വരുന്നില്ല. അതായത് അതിന്റെ മീനിങ് ഇതാണ്, ഡിഫറെന്റ് എലമെന്റ്സ് ഹാവ് ഡിഫറെന്റ് ഇമേജസ്. സോ നമുക്ക് ഇവിടെ ക്ലിയർലി നമുക്ക് പറയാൻ നോക്കും, ക്ലിയർലി ഡിഫറെന്റ് എലമെന്റ്സ് ഹാവ് different images. Okay. Therefore, f is here it is the function is g. Therefore, g is 1 1. G എന്ന് പറയുന്നത് 1 1. And how can we check onto or subjectivity? How can we check subjectivity? Or how can we check whether the function is the onto? നമുക്ക് ഓൺടു ആണ് ചെക്ക് ചെയ്യാനുള്ള മാർഗം ഏതാണ്? നമുക്ക് ഒറ്റ മാർഗമാണ് നമ്മൾ ഇങ്ങനെയുള്ള കേസുകൾക്ക് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് അതിന്റെ കോഡൊമൈനും റേഞ്ച് നമ്മൾ ചെക്ക് ചെയ്യുക. ഇത് റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡൊമൈൻ. റേഞ്ച് എന്ന് പറയുന്ന കോഡൊമൈൻ ഈക്വൽ ആണെന്ന് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ വെക്കും ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൺടു ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ നമുക്കിവിടെ റേഞ്ച് നമുക്കിവിടെ ആദ്യം നമുക്ക് എഴുതാം.
റേഞ്ച് ഈസ് ഈക്വൽ ടു റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇമേജസ് ആണ്. ഇവിടെ ഇമേജുകളുടെ സെറ്റ്, അതായത് സെക്കൻഡ് എലമെന്റുകളുടെ സെറ്റ്. സെക്കൻഡ് എലമെന്റ് സെറ്റ് എന്ന് പറയുന്നത് 7, 9, 11, 13 ആണ്. വാട്ട് അബൌട്ട് ഇറ്റ്സ് കോഡൊമൈൻ? ഇതിന്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? കോഡൊമൈൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ സെറ്റ്. ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്ന ആദ്യത്തെ സെറ്റിൽ നിന്ന് രണ്ടാമത്തെ ഏത് സെറ്റിനകത്തോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ രണ്ടാമത്തെ സെറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ എന്ന് പറയുന്നത്. സോ ആ കോഡൊമൈൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 7, 9, 11, 13 തന്നെയാണ്. Therefore നമുക്ക് പറയാം f is onto. f എന്ന് പറയുന്നത് എന്താണ്? onto ആണ്. So the function is both 1, 1 and onto. Function 1, 1 onto ആണ് എന്നുണ്ടെങ്കിൽ we can say that this function is invertible. ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇൻവെർട്ടിബിൾ ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നതാണ് show that f is a function from closed interval -1, 1 to capital real numbers by f of x is equal to x by x plus 2. ഓക്കെ. കാരണം ഇവിടെ -1 മുതൽ 1 വരെ ആയതുകൊണ്ട് ഒരിക്കലും ഈ എക്സിന്റെ വാല്യൂ -2 വരത്തില്ല. ഓക്കെ. അത് നമുക്ക് തരുകയും പറയാം. ഈ കാണുന്ന ഫംഗ്ഷനിൽ ഒരിക്കലും ഡിനോമിനേറ്റർ 0 വരത്തില്ല. ഈ ഫംഗ്ഷൻ നമുക്ക് എന്താണെന്ന് കാണിക്കണം? 1, 1 ആണെന്ന് ആദ്യമേ കാണിക്കണം. അതാണ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് എഫ്. ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ നമ്മൾ സാധാരണ എപ്പോഴും പറയുന്നത് ഡൊമൈനിൽ നിന്ന് കോഡൊമൈനിലോട്ടാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് കോഡൊമൈനിൽ നിന്ന് ഡൊമൈനിലോട്ടായിരിക്കും, അല്ലെ? പക്ഷെ ഇവിടെ കോഡൊമൈൻ അല്ല പറഞ്ഞിരിക്കുന്നത്. എന്തേ പറയത്തുള്ളൂ? റേഞ്ച് ഓഫ് എഫ്. ബിക്കോസ് നമ്മുടെ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ തന്നെ നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് -1, 1ൽ നിന്ന് റിയൽ നമ്പേഴ്സിലോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷന്റെ എല്ലാത്തിന്റെ ഇമേജ് എന്ന് പറയുന്നത് ഇവിടുത്തെ കംപ്ലീറ്റ് റിയൽ നമ്പർ വരണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. അപ്പൊ ഇവിടെ കുറച്ച് വാല്യൂസുകൾ എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് പോകും. അതുകൊണ്ട് ഈ കാണുന്ന ആറിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള റേഞ്ച് ഓഫ് എഫിൽ നിന്ന് മാത്രമേ നമുക്ക് അടുത്തൊരു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ റേഞ്ച് ഓഫ് എഫിൽ നിന്ന് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ കോമ്പോസിഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ കണ്ടീഷൻ പറയുന്നത് അതിന്റെ ഇൻവേഴ്സ് ഓഫ് എഫ് ഫ്രം റേഞ്ച് ഓഫ് എഫ് ടു ക്ലോസ് ഇന്റർവൽ -1. ഓക്കെ. അപ്പൊ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ നമുക്ക് എന്തായാലും തുടങ്ങാം. എക്സ് ബൈ എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ 1, 1 ആണെന്ന് കാണിക്കാം. നമുക്കറിയാം 1, 1 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഷോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓണ്ടു ആണെന്ന് കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പറയാം ദ ഫംഗ്ഷൻ ഈസ് ഇൻവെർട്ടിബിൾ എന്ന് പറയാം. ഈ കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഹൗ ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ദി ഇൻവേഴ്സ്? അതിന് നമുക്കൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് നമ്മൾ ആ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്ന f of x is equal to x by x plus 2. ഇത് 1, 1 ആണെന്ന് ഷോ ചെയ്യാം. ഞാൻ എടുക്കുന്നു ലെറ്റ് f of x1 is equal to f of x2. നമ്മൾ നേരത്തെ 1, 1ന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് നമ്മൾ ചെയ്തത് അതേ കണക്കിനാണ് നമ്മൾ ഇവിടെയും ചെയ്തത്. f of x1 is equal to f of x2 എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് വി ഹാവ് ടു ഷോ ദാറ്റ് x1 is equal to x2. സോ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുക്കുന്നത് x1 divided by x1 plus 2 is equal to x2 divided by x2 plus 2 എന്ന് പറഞ്ഞിട്ട് എഴുതും. ഇതിനെനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നതിലേക്ക് നമുക്ക് ഇങ്ങനെ കിട്ടും x1 into x2 plus 2 is equal to ഇവിടെ x2 into x1 plus 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. which implies ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ഇവിടെ പറയാം x1 x2 plus 2 x1 is equal to x1 x2 plus 2 x2. ഇവിടെ x1 x2 ഇവിടെ x1 x2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ വി ഗെറ്റ് നമുക്ക് എന്താ കിട്ടുന്നത്? 2x1 എന്ന് പറയുന്നത് 2x2 ന് ഈക്വൽ ആണ്. So dividing by 2 we get x1 is equal to x2. Therefore f is 1. f എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 1, 1 ആയിട്ട് മാറി. ഓക്കെ. ഇനി നമുക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് കാണിക്കണം? ഓണ്ടു ആണെന്ന് കാണിക്കണം. അപ്പൊ ഫംഗ്ഷൻ ഇവിടെ 1, 1 ആയി കഴിഞ്ഞു. f is 1, 1. Okay. Now we have to find the check whether the function is onto or not. അപ്പൊ ഓണ്ടു പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഇവിടെയുള്ള എലമെന്റ് നമ്മൾ എടുക്കണം. നമുക്കിപ്പോ ഇവിടെ നമുക്ക് പറയുന്ന റേഞ്ച് ഓഫ് എഫിലുള്ള എലമെന്റ് എടുത്താൽ മാത്രം മതി. കാരണം ഇവിടുത്തെ ഇമേജുകൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ. ഈ ഫംഗ്ഷന്റെ ഇമേജുകൾ മാത്രം എടുത്താൽ മതി. അതായത് റേഞ്ച് ഓഫ് എഫിലുള്ള എലമെന്റ് ഞാൻ എടുക്കും. സോ ഞാൻ ഇങ്ങനെ എടുക്കുന്നു ലെറ്റ് y എലമെന്റ് ഓഫ് റേഞ്ച് ഓഫ് എഫ്. ഓക്കെ. y എലമെന്റ് ഓഫ് റേഞ്ച് ഓഫ് എഫ് സച്ച് ദാറ്റ് നമ്മൾ ഞാൻ എടുക്കുന്നത് എങ്ങനെയാണ്? y is equal to f of x. y is equal to f of x.
So y is equal to നമുക്ക് what is y f of x എന്ന് പറയുന്നത് ആർക്കിക്കലാണ് x by x plus 2 യൂണിക്കലാണ്. So y is equal to x by x plus 2. Now we have to find x, the value of x. Whether it belongs to minus 1, 1. ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. So നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. y is equal to x by x plus 2 എടുക്കാൻ നമുക്ക് ഇവിടെ ക്രോസ് ചെയ്ത് ഇവിടെ കിട്ടും y into x plus 2 is equal to x. ഇവിടെ നമുക്ക് yx plus 2y is equal to x എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇവിടെ yx plus x ക്ക് പുറമെ നേരത്തെ ഇവിടെ minus x is equal to plus 2y ക്ക് പുറമെ നേരത്തെ minus 2y. Okay. So ഇവിടെ നിന്ന് ഞാൻ ഇവിടെ x കോമൺ എടുക്കുകയാണെങ്കിൽ x into y minus 1 is equal to minus 2y എന്ന് പറഞ്ഞിട്ട് എഴുതാം. Therefore x is equal to minus 2y divided by y minus 1 എടുക്കാം. Minus 2y divided by y minus 1. So ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യുന്നു. ഇവിടെ നിന്ന് രണ്ടിടത്തും മൈനസ് അങ്ങ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു മൈനസ് കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? That is 2y divided by 1 minus 1. Okay. Now we have to determine whether the given function is or given the value x belongs to closed interval minus 1, 1 or not. ഇത് minus 1 നും 1 നും ഇടയ്ക്കുള്ള വാല്യൂ ആണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഇവിടെ നമുക്കൊരു മെത്തേഡ് വേണമെങ്കിൽ നമുക്കിവിടെ എന്താണ് പറയാൻ നോക്കും 2y divided by 1 minus 5 എന്നാ പറഞ്ഞിരിക്കുന്നത്. This term should be 2 into നമുക്ക് ഇവിടെ y യുടെ വാല്യൂ എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് f ആണ്. any റിയൽ നമ്പർക്ക് നമുക്ക് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ റിയൽ നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 2y divided by 1 minus 5 എന്ന് പറയുന്നത് 1 minus 5 എടുക്കുമ്പോഴെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്ന് പറയുന്നത് ഈ കാണുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ ലെസ് ദാൻ 1 ആയിരിക്കും അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ -1 ആയിരിക്കും. ഓക്കെ. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം 2y divided by 1 minus 5. ഇത് ബിലോങ്സ് ടു നമുക്ക് എങ്ങനെ എഴുതാം? ക്ലോസ്ഡ് ഇന്റർവെൽ -1, 1 എന്ന് പറഞ്ഞിട്ട് എഴുതാം. പക്ഷേ നമുക്കിവിടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ ഒരു ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. x is equal to 2y divided by 1 minus 5 ആണെന്നുണ്ടെങ്കിൽ a 2y divided by 1 minus 5 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് റേഞ്ച് ഓഫ് f ൽ നിന്ന് ക്ലോസ്ഡ് ഇന്റർവെൽ -1, 1 ലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we can determine f composition g and g composition f whether it is I or not. അത് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുക്കുന്നത് നമ്മുടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത് 2y divided by 1 minus 5 ആണ് നമുക്ക് x എന്ന് പറഞ്ഞിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ x എന്ന് പറയുന്ന വാല്യൂവിനെ ഞാൻ ഒരു പുതിയ ഫംഗ്ഷൻ ആയിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഡിഫൈൻ g from range of f to closed interval -1, 1 by g of y is equal to 2y divided by 1 minus 5. g of y എന്താണെന്ന് കാണിക്കാം? 2y divided by 1 minus 5 ആണെന്ന് കാണിക്കാം. ഓക്കെ. അപ്പൊ 2y divided by 1 minus 5 ആണെന്നുണ്ടെങ്കിൽ g of y എന്ന് പറയുന്നത് 2y divided by 1 minus 5 ആണെന്നുണ്ടെങ്കിൽ what about f composition? Then f composition g of y കണ്ടുപിടിക്കും. What is f composition g of y? It is f of g of y. What is f of g of y? f of x എന്ന് പറയുന്നത് x by x plus 2 ആണ്. അപ്പൊ f of g of y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ g of y divided by g of y plus 2 ആണ്. So that is equal to g of y എന്ന് പറയുന്നത് ആരാണ്? g of y നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 2y divided by 1 minus 5 divided by 2y divided by 1 minus 5 plus 2 is equal to 2y divided by 1 minus 5 divided by നമുക്ക് ഇതിനെ കൊണ്ട് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആര് വരും? 2y plus 2 into 1 minus 5 divided by 1 minus 5. So both 1 minus 5 and 1 minus 5 got cancel. 1 minus 5 cancel ചെയ്തു പോയി. ബാക്കി നമുക്ക് കിട്ടുന്നത് 2y divided by ഇവിടെ 2y plus 2 minus 2y plus 2y minus 2y got cancelled. So we get 2y divided by 2 is equal to y. So we get a f composition g of y is equal to y for all y. Now let's find out the g composition f. Okay, g composition f of x. What is g composition f of x? Because f of x വരാനുള്ള കാരണം f is defined from closed interval -1, 1 to
ക്യാപിറ്റൽ ആണ്. ഏത് ഡൊമൈനിൽ നിന്ന് കോഡൊമൈനിലോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എടുക്കുന്നത്. സോറി, ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എടുക്കുന്നത്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ ഇറ്റ് ഇസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. സോ നമുക്ക് എഴുതാം ജി ഓഫ് എഫ് ഓഫ് എക്സ്. വാട്ട് അബൌട്ട് ജി ഓഫ് എഫ് ഓഫ് എക്സ്? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് വൈ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 2y ഡിവൈഡ് ബൈ 1 മൈനസ് y. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എഴുതാം 2 into f of x divided by 1 minus f of x. That is 2 into what is f of x? f of x എന്ന് പറയുന്നത് x by x plus 2 ആണ്. നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So 2 into x by x plus 2 divided by 1 minus x by x plus 2. That is 2x divided by x plus 2 divided by നമ്മൾ ഇതിനെ ക്രോസ് ചെയ്ത് x plus 2 minus x divided by x plus 2. X plus 2 got cancelled. Here plus x and minus x got cancelled. So we get 2x divided by 2 is equal to x. See, we get decomposition f of x is equal to x for all x. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാണ് എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ എന്ന് പറയുന്ന y കിട്ടി, ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന x കിട്ടിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് വി ക്യാൻ സേ ദാറ്റ് എഫ് കോമ്പോസിഷൻ ജി ഈസ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു ദ ഐഡന്റിറ്റി ഫംഗ്ഷൻ I. Therefore f inverse is equal to g. f inverse എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് പറഞ്ഞു എഴുതാം, g എന്ന് പറഞ്ഞു എഴുതാം. നമുക്ക് വേണ്ടത് f inverse of x ആണ് നമുക്ക് വേണ്ടത്. സോ I am writing f inverse of x is equal to g of x. അപ്പോൾ നമുക്ക് g of y 2y divided by 1 minus y ആണെങ്കിൽ g of x എന്ന് പറയുന്നത് നമുക്ക് എഴുതാം 2x divided by 1 minus x. So the answer is all. Okay. So f inverse of x is equal to 2x divided by 1 minus x.